കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ തുണച്ച പാരമ്പര്യമുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ്. VM സുധീരനും TJ ആഞ്ചലോസും സുശീല ഗോപാലിനുമൊക്കെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ KC വേണുഗോപാലാണ് 2009 മുതൽ 2019 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. എന്നാൽ പൊടുന്നനെ 2019 തിരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അത് മറ്റൊരാൾക്ക് ഗുണമായി. CPIM-ൻ്റെ AM ആരിഫിന് 2019 UDF-ൻ്റെ 20-20 എന്ന സ്വപ്നം കടപുഴകി വീണത് ആലപ്പുഴയിലാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPIM-ന് ഒരു ആശ്വാസ വിജയം സമ്മാനിച്ചത് AM ആരിഫ് ആയിരുന്നു. ഷാനിമോൾ ഉസ്മാനെ ഏതാണ്ട് 10,000-ലധികം ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് തോൽപ്പിക്കാനായത്. എന്നാലും കനലൊരു തരിമതി എന്ന മുദ്രാവാക്യത്തിനെ പ്രസക്തമാക്കി കഴിഞ്ഞ 5 വർഷക്കാലം നിലനിർത്തിയത് അദ്ദേഹത്തിൻ്റെ വിജയമാണ്. ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കെ തന്നെ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി AM ആരിഫ് മത്സരിക്കുന്നു. BJPയും മോശമാക്കിയില്ല. ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയിട്ടുണ്ട്. വളരെ കടുത്ത മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ആലപ്പുഴ ടൗൺ എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. കാർഷിക മേഖലയുടെയും തീരദേശ പ്രദേശങ്ങളുടെയും ഒക്കെ വികസന പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രബല സമുദായം ഹൈന്ദവരാണ്. രണ്ടാമത് ക്രൈസ്തവരും, പിന്നാലെ മുസ്ലിങ്ങളും. എങ്കിലും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും 3 ജനവിഭാഗത്തിൽ നിന്നുമുള്ള അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതത്തിനപ്പുറം രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മണ്ണാണ് ആലപ്പുഴയിലുള്ളത്. അതുകൊണ്ടാണല്ലോ പുന്നപ്പുറയിലും വയലാറിലുമൊക്കെ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായത്. ആലപ്പുഴയിൽ ഇത്തവണ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനേക്കാൾ ഉപരിയായി അവിടെ CAA-യും മറ്റ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള BJPയുടെ നടപടികളും കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവിടെ ഈഴവ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്, ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ്. ഇങ്ങനെ നിരവധിയായ മത, രാഷ്ട്രീയ, സാമൂഹിക വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോരാട്ടവേദിയായി ഇന്ന് ആലപ്പുഴ മാറിയിട്ടുണ്ട്. ആലപ്പുഴയിൽ കൃത്യമായിട്ടുള്ള വികസന പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കടലോര മേഖലയിലെ കടലാക്രമണ ഭീഷണി, ശുദ്ധജല പ്രശ്നം, പാർപ്പിട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ താറാവ് കൃഷിയും നെൽകൃഷിയും അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും ആലപ്പുഴയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന CAA ബില്ലടക്കമുള്ള UAPA ബില്ലടക്കമുള്ള വിഷയങ്ങൾ ആലപ്പുഴയിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഇത് ഒരു ദേശീയ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പ്രശ്നമാണ്. വിജയിച്ചേ മതിയാവൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അല്ലെങ്കിൽ രാഷ്ട്രീയമായി അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. എന്നാൽ AM ആരിഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സാധാ മത്സരം മാത്രമാണ് ഇത്. അദ്ദേഹത്തിനറിയാം ആലപ്പുഴയുടെ ഊടും പാവും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആലപ്പുഴയിലും അരൂരിലും അദ്ദേഹം നടത്തി വന്ന രാഷ്ട്രീയത്തിൻ്റെ ഫലമായാണ് അദ്ദേഹം ആലപ്പുഴയിൽ വിജയിച്ചത്. സാക്ഷാൽ KR ഗൗരിയമ്മയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തിയാണ് AM ആരിഫ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ AM ആരിഫിനെ KC വേണുഗോപാൽ ഒരു വികല്പമുയർത്തുന്ന സ്ഥാനാർത്ഥിയെ അല്ല, ഭയാശങ്കകളില്ലാതെയാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുന്നോക്ക ഹൈന്ദവ വോട്ടുകളാണ്. അവയിൽ കണ്ടിട്ട് തന്നെയാണ് BJP ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഈഴവ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും വോട്ട് ഗണ്യമായ തോതിൽ പിടിച്ച് എടുക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് കഴിയും. ഇത് KC വേണുഗോപാലിൻ്റെ സാധ്യതകളെ തുലോം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. AM ആരിഫിന് അനുകൂലമായ നിരവധി ഘടകങ്ങളാണ് ആലപ്പുഴയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് 10% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ക്രൈസ്തവർക്കിടയിലും ഹൈന്ദവർക്കിടയിലും കൃത്യമായ സ്വീകാര്യതയും ആരിഫിനുണ്ട്. അങ്ങനെ മതജാതി വർഗീയ ചിന്തകൾക്കപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായി AM ആരിഫ് നിലനിൽക്കുന്നുണ്ട്. ഇതാണ് KC വേണുഗോപാലിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. മാത്രമല്ല തൻ്റെ വോട്ട് ബാങ്കിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം കടന്നു കയറും എന്നുള്ളതും KC വേണുഗോപാലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ മത സാമുദായിക ഘടനയാണ് KC വേണുഗോപാലിന് തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അനുകൂലമാക്കുന്നത്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരായി ദല്ലാൽ നന്ദകുമാർ ഉയർത്തിവിട്ട ആരോപണം BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകളെ അടച്ചുകളയുക എന്ന
ഒരു ലക്ഷ്യമായിരിക്കാം ഇതിനു പിന്നിലുള്ളത്. ഇതുമൂലം കാര്യങ്ങൾ അനുകൂലമാകുന്നത് KC വേണുഗോപാലിനാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഒരു ശക്തമായ കോൺഗ്രസ് സർക്കാർ വരണമെന്നും KC വേണുഗോപാൽ കേന്ദ്രത്തിൽ ശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ സാന്നിധ്യമാകണമെന്നുമുള്ള ആഗ്രഹം മണ്ഡലത്തിൽ എമ്പാടും അലയടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് ഗുണകരമായി തീരും. ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ KC വേണുഗോപാലിന് അനായാസകരമായ വിജയമാണ് ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്.